എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ആണ്. പല കുട്ടികളും LBSൻ്റെ റാങ്ക് ലിസ്റ്റ് വന്ന സമയത്ത് ഇപ്പോൾ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ കമൻസിലും എനിക്ക് നിങ്ങൾ ഇടുന്ന കമൻസ് ഒരു നിരാശരായിട്ട് അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത രീതിയിലൊക്കെ കമൻറ്റ് ചെയ്യുന്നത് കാണാം. അപ്പോൾ ഞാനിങ്ങനെ ഒരുപാട് കുട്ടികളെ നമ്മൾ കരിയർ ഹെൽപ്സിൻ്റെ ഗ്രൂപ്പിലൊക്കെ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഒരു 90% കുട്ടികൾക്കും ഉള്ള ഒരു വലിയൊരു വിഷമം എന്ന് പറയുന്നത് കേരളത്തിൽ അഡ്മിഷൻ കിട്ടുന്നില്ല, എൻ്റെ ഈ മാർക്ക് വെച്ചിട്ട് എനിക്ക് കേരളത്തിൽ അലോട്ട്മെൻറ്റ് കിട്ടില്ലേ, ഇങ്ങനെയൊക്കെയുള്ള ഡൗട്ടുകളാണ്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നമുക്ക് കേരളത്തിൽ മാത്രമല്ല മികച്ച കോളേജുകളും അല്ലെങ്കിൽ മികച്ച ക്ലാസ്സുകളും അല്ലെങ്കിൽ മികച്ച മാഷുമാരൊക്കെ ഉള്ളത്. നമ്മൾക്ക് കേരളത്തിൻ്റെ പുറത്തും നല്ല കോളേജുകളുണ്ട്, അവിടെ നല്ല രീതിയിൽ പഠിപ്പിക്കുന്ന ട്യൂട്ടേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ നല്ല ഫെസിലിറ്റീസ് ഉള്ള കോളേജസ് ഉണ്ട്, യൂണിവേഴ്സിറ്റികളുണ്ട്. അപ്പോൾ നിങ്ങൾ കേരളം മാത്രം, ഇപ്പം ഞാൻ പറയട്ടെ, നമ്മൾ കേരളത്തിൽ പൊതുവേ ഉള്ളൊരു കാര്യമാണ് മികച്ച മാർക്കുള്ള കുട്ടികൾക്ക് കേരളത്തിൽ അഡ്മിഷൻ കിട്ടുക, അല്ലാത്ത കുട്ടികൾ ഇതുപോലെ വല്ല മാനേജ്മെൻറ്റ് സീറ്റോ അല്ലെങ്കിൽ പുറത്തൊക്കെ പോയി പഠിക്കുക. അത് കേരളത്തിൽ എപ്പോഴും ഉള്ളൊരു സംഭവമാണ്. ഇവിടെ മാർക്കുള്ള കുട്ടികൾക്ക്, കഴിവുള്ള കുട്ടികളാണെങ്കിലും ഇവിടെ മാർക്കാണ് അതിൻ്റെ ഒരു മാൻഡേറ്ററി ആയിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഈ മാർക്ക് കുറഞ്ഞവർ വളരെ മോശമായിട്ടുള്ള കുട്ടികളാണെന്നല്ല. നമ്മൾ പറയാറില്ലേ, നമ്മൾ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും എല്ലാ സമയത്തും നടക്കണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ആ ഒരു നിരാശ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ ഒരു കോഴ്സ് പഠിക്കാനിപ്പോൾ ഏതെങ്കിലും ഒരു കോഴ്സ് പോയിട്ട് പഠിക്കുക, ഇതിപ്പോൾ ഇനിയിപ്പോൾ കേരളത്തിൽ നമുക്ക് സീറ്റുകളൊന്നും ലഭിക്കില്ല, അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ പഠിച്ചിട്ടൊന്നും കാര്യമില്ല, വേറെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ട് എന്തെങ്കിലും ഒരു കോഴ്സ് എടുത്ത് പഠിക്കുക, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ നഴ്സിംഗ് ആണ് അല്ലെങ്കിൽ പാരാമെഡിക്കൽ ആണ് എനിക്ക് പഠിക്കാൻ ആഗ്രഹം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെയും ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല, നിങ്ങൾ പുറത്ത് പോയി പഠിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന നല്ല വശങ്ങളുണ്ട്, എന്നാൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചീത്ത വശങ്ങളുണ്ട്. നല്ല വശങ്ങളാണെങ്കിൽ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളരെ ഡെവലപ്ഡ് ആവും. നമ്മൾ വേറൊരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ നമുക്കൊരു അഡാപ്റ്റേഷൻ, പെട്ടെന്ന് ആ ഒരു സ്ഥലത്ത് പോയിട്ട് അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പം നമ്മൾ ഏത് ജീവിത സാഹചര്യങ്ങളാണെങ്കിലും നമുക്ക് പെട്ടെന്ന് അഡാപ്റ്റബിൾ ആവാൻ ഇതൊക്കെ സഹായിക്കുന്നതാണ്. അത് കണ്ട് എല്ലാവരും പുറത്ത് പോയി പഠിക്കണം എന്നല്ല കേട്ടോ പറയുന്നത്. LBSൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ മാർക്ക് മാത്രം നോക്കിയിട്ടാണ് അലോട്ട്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മികച്ച മാർക്കുള്ളവർക്കായിരിക്കും ഗവൺമെൻറ്റിലൊക്കെ അഡ്മിഷൻസ് കിട്ടുന്നത്. അപ്പോൾ മാർക്ക് കുറഞ്ഞവർ അത് വിചാരിച്ചിട്ട് ഒരു വർഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഒരു വർഷം നിങ്ങൾ നഷ്ടപ്പെടുത്തുക അല്ലെങ്കിൽ പഠിക്കാതിരിക്കുക എന്നല്ല, വേറെ എന്തൊക്കെ ഇതിന് ഓപ്പർച്യൂണിറ്റി ഉണ്ട് പഠിക്കാൻ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിക്കുക. ഞാനിങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം, ഈ LBSൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം ഒരുപാട് കുട്ടികൾ പുറത്തുള്ള കോളേജസിനെ കുറിച്ചിട്ടും അവിടെ വേക്കൻസി ഉണ്ടോ ഇവിടെ വേക്കൻസി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾ ധൃതി പിടിച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് ഇവിടെ കിട്ടില്ല, ഞാൻ പുറത്ത് നോക്കട്ടെ എന്ന് പറഞ്ഞൊരു കോളേജിൽ പോയിട്ടും അഡ്മിഷൻസ് എടുക്കരുത്. നമ്മൾ പുറത്തൊക്കെ കേരളത്തിൻ്റെ ഔട്ട്സൈഡ് നമ്മൾ കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അഫിലിയേഷൻ ആയിക്കോട്ടെ, കോളേജ് ഫെസിലിറ്റി ആയിക്കോട്ടെ, അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ എടുത്ത് ചാടിയൊരു തീരുമാനങ്ങൾ എടുക്കരുത്. ഇപ്പോൾ കരിയർ റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും കൺഫ്യൂഷൻസ്, ഞാൻ ഏത് കോഴ്സ് എടുക്കണം അല്ലെങ്കിൽ എവിടെ ഞാൻ പഠിക്കണം എന്ന് ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ധൈര്യമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. നമ്മൾ കരിയർ റിലേറ്റ് ചെയ്തിട്ടുള്ള കൗൺസിലിങ് അല്ലെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ, ഇപ്പോൾ നല്ല കോളേജുകൾ കണ്ടെത്താൻ നമ്മൾ സഹായിക്കുന്നതാണ്. നമ്മൾ കരിയർ ഹെൽപ്സിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമ്മളെടുത്ത് ചോദിച്ച് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. പിന്നെ അതേപോലെ നിങ്ങൾ ആരും വിഷമിച്ചിരിക്കേണ്ട, എല്ലാവർക്കും നല്ല മികച്ച കോളേജുകൾ തന്നെ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച കോഴ്സുകൾ തന്നെ പഠിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ. അത് ഇവിടെ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് നല്ല മികച്ച കരിയർ നിങ്ങൾ കണ്ടെത്തുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക. എപ്പോഴും കഠിനമായിട്ട് അധ്വാനിക്കുന്നവർക്ക് മാത്രമേ മികച്ച വിജയം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. പഠനത്തിൻ്റെ കാര്യമാണെങ്കിലും നമ്മളൊന്നും കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് ആരും നിരാശരായിട്ട് ഇരിക്കേണ്ട. മറ്റൊരു ഓപ്ഷൻ നിങ്ങളുടെ മുമ്പിലുണ്ടാവും. എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്വയറീസോ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. ധൈര്യമായിട്ട് കരിയർ ഹെൽപ്സിനെ കോൺടാക്റ്റ് ചെയ്യാം. മറ്റൊരു അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ടേക്ക് കെയർ.